കടൽ കുതിര, കടൽ പശു, കടൽ പാമ്പ് ഇവർക്കൊക്കെ കടലിന്റെ ഉള്ളിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കടലിന്റെ പുറത്തു വന്നാൽ അവർ മരിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർക്ക് കരയിലും ജീവിക്കാൻ പറ്റും, കടൽ തീരത്തും ജീവിക്കാൻ പറ്റും. ഹേ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് സീ വുൾഫ്സിനെ കുറിച്ചാണ്. ഇവന്റെ കോസ്റ്റൽ വുൾഫ്സ് എന്നും വിളിക്കാറുണ്ട്. ഇവരൊന്ന് ആക്ച്വലി ഗ്രേ വുൾഫ്സിന്റെ ഒരു സബ്സ്പീഷീസ് ആണ്. ഇവന്റെ മാക്സിമം കണ്ടുവരുന്നത് കാനഡയിലെ വടക്കു ഭാഗത്തുള്ള തീരദേശ പ്രദേശങ്ങളിലാണ്. മുമ്പ് കാലത്ത് ഭക്ഷണത്തിന് ഭയങ്കര ക്ഷാമം വന്നപ്പോൾ ഈ ചെന്നായ്ക്കൾ വേറെ വഴിയില്ലാതെ കടലിൽ ഇറങ്ങി വേട്ടയാടാൻ തുടങ്ങി. ഇവർ ഭൂരിഭാഗവും പാക്കായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരു പാക്കിൽ തന്നെ ഏകദേശം 5 to 20 ആൾക്കാരുണ്ടാവും. ഭക്ഷണം തേടി ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങിയതോടെ തന്നെ ഇവർ പുതിയ ശീലങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. മുമ്പൊക്കെ ചെന്നായ്ക്കൾ ഇരകൾ കരയ്ക്ക് കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ കാലം പോകുന്നതോറും ഇവർ വെള്ളത്തിന്റെ ഉള്ളിൽ ഇറങ്ങി വേട്ടയാടാൻ തുടങ്ങി. റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ ഭക്ഷണത്തിന്റെ 85% കടൽജീവികളെയാണ് ഇവർ ഭക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും സാൽമൺ ഫിഷിനെയും പിന്നെ നീർനായ, സീൽ, അതല്ലാതെ ഡോൾഫിനെയും ഇവർ കഴിക്കാറുണ്ട്. റിസർച്ചുകൾ പ്രകാരം ഈ സീ വുൾഫ്സിന്റെ സ്കൾസ് വന്നിട്ട് അതിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ദേഹം മൊത്തമായിട്ടും വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ലാതെ ഇവരുടെ പല്ലുകളുടെ ഷേപ്പും ഇവരുടെ പല്ലുകളുടെ ഗ്രിപ്പും മീനിനെ പിടിച്ചു നിർത്തുന്ന പോലെ അല്ലെങ്കിൽ മീനിനെ ഭക്ഷിക്കാൻ വേണ്ടി ഉള്ള പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റില്ല, വരും വർഷങ്ങളിൽ ഈ ചെന്നായ്ക്കളുടെ ജീവിത ശൈലി തന്നെ മൊത്തം മാറിയേക്കാം.